അങ്ങനെ നമ്മുടെ അലീന സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വീണ്ടും വണ്ടിയിലേക്ക് തന്നെ കയറ്റിയിട്ട് പോകുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിലേക്ക്. ആ സമയത്ത് അലീന പോണ സമയത്ത് പറയുന്നുണ്ട്, ഈ ഗേറ്റ് കടക്കണ വരെ നിങ്ങൾക്കൊക്കെ ഒരു അവസരം തരാം, സത്യാവസ്ഥ എന്താ വെച്ചാൽ പറയാം, അല്ലെങ്കിൽ ഈ ഗേറ്റ് കടന്നാൽ പിന്നെ നിങ്ങൾക്കൊന്നും ഒരു മാപ്പും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ അപ്പച്ചൻ പറയുന്നുണ്ട്, നീ ഇനി ഒന്നും നോക്കണ്ട മോളെ, വണ്ടി നേരെ വിട് മാർക്കറ്റിലേക്ക് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ പോകുന്നുണ്ട്, മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട്. ആ കടയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ അലീന കടയിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വെളിച്ചെണ്ണയ്ക്ക് വില എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് 200 എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, വെളിച്ചെണ്ണയ്ക്ക് വില 200, പക്ഷേ എനിക്കുള്ള ബില്ല് 350 ഇതെന്താ കൊള്ള ലാഭം എടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ കടക്കാരനും ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അപ്പച്ചൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ നിൻ്റെ കടയും നിൻ്റെ കടയത്തെ സാധനങ്ങൾ മുഴുവൻ ഞാൻ കുളത്തൂർ പുഴയ്ക്ക് എറിയിട്ടോ, നീ ഈ സ്റ്റാൻലിയുടെ അപ്പനോട് കളിക്കാൻ മാത്രം വളർന്നോടാ, എന്താ നിൻ്റെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് ആ കടക്കാരനുള്ള സത്യാവസ്ഥ മുഴുവനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും അലീനയൊക്കെ ഇത് കേട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് നമ്മളെ പൗലോസിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങളെ വിശ്വസിക്കുന്ന ആളോട് ഇങ്ങനെ വഞ്ചന ചെയ്യുക, ഈ പൈസ മുഴുവൻ എൻ്റെ പപ്പടയാണ്, എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഇതൊക്കെ എൻ്റെ പപ്പടയെന്ന് കാട്ടിട്ട് നിങ്ങൾക്കൊക്കെ വിഹിതം വെച്ച് തിന്നാം, നിങ്ങൾക്കൊന്നും ഒരു മനസാക്ഷി കുത്തവും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അതിനെ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പൗലോസ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുമോ, അത് ഞാൻ എൻ്റെ പപ്പ എപ്പോൾ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പൗലോസ് ഒന്നും പറയുന്നില്ല. ആ സമയത്ത് നമ്മുടെ അലീന ആൻ്റപ്പനോട് പറയുന്നുണ്ട്, ഞാൻ ഇവരൊക്കെ വിട്ടു, ഇവരൊക്കെ എന്താ ചെയ്തോട്ടെ, പക്ഷേ ആൻ്റപ്പനായിട്ടാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ എൻ്റെ പപ്പേനെ വഞ്ചിക്കണം, എൻ്റെ പപ്പ നിങ്ങളെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആൻ്റപ്പൻ പറയുന്നുണ്ട്, മോളെ എന്നോട് ക്ഷമിക്കുക, ഇത്തവണയ്ക്ക് എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റപ്പൻ ഒരുപാട് കരയുന്നുണ്ട്. നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമം വരുന്നുണ്ട്. കാരണം പപ്പ എങ്ങനെ എല്ലാവരും കൂടി ചതിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.